നമസ്തേ കേരള ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. വിശപ്പ് ഒരു യാഥാർത്ഥ്യമാണ്. ഒരു ചാൺ വയറിന് ജോലി തേടുന്നതാണെന്ന് പറയുമ്പോൾ ചിരിക്കാറുണ്ട് പലരും. വിശപ്പ് പലപ്പോഴും കണ്ണുകളെ ഇറുക്കിയടയ്ക്കാൻ പ്രേരിപ്പിക്കുന്ന പച്ചയായ യാഥാർത്ഥ്യം തന്നെയാണ്. നമ്പർ 1 കേരളമാണെന്ന് ടാഗ് ചാർത്തി അഭിമാനിക്കുന്ന നമ്മൾ നിത്യേന തെരുവോരങ്ങളിൽ വിശന്നു വലയുന്നവരുടെ ദയനീയാവസ്ഥ കാണാതെ മറഞ്ഞു പോവുകയാണ്. എന്നാൽ തലസ്ഥാനത്തെ ഈ പൊള്ളുന്ന കാഴ്ചകൾക്ക് ആശ്വാസമെന്നോണം വിശക്കുന്ന വയറുകൾ തേടി 6 വർഷമായി സ്നേഹത്താൽ പൊതിച്ചോറിന്റെ പുണ്യം വിളമ്പുകയാണ് ഈ യുവാവ്. ഇതിനായി ആരിൽ നിന്നും സഹായങ്ങൾ സ്വീകരിക്കാതെ സ്വന്തം അധ്വാനത്തിൽ ഒരൽപ്പം മാറ്റിവെച്ചാണ് ആര്യനാട് മീനാങ്കൽ MRK ഹൌസിൽ അജു കെ മധു എന്ന ഈ ചെറുപ്പക്കാരൻ പുണ്യപ്രവൃത്തി ചെയ്യുന്നത്. ദിവസേന മീനാങ്കലിൽ നിന്നുമാണ് പൊതിച്ചോറ് തയ്യാറാക്കി തലസ്ഥാന നഗരിയിലെ തെരുവോരങ്ങളിൽ കഴിയുന്നവർക്ക് വിതരണം ചെയ്യുന്നത്. അജു ഇത് നാടിനോടുള്ള കടമയായാണ് കരുതുന്നത്. കോവിഡിന്റെ 2ാം വരവിൽ രാജ്യം പകച്ചു നിന്നപ്പോൾ സാമൂഹ്യ പ്രതിബദ്ധത തന്റെ സേവന ദൗത്യമായി ഏറ്റെടുത്ത് തുടങ്ങിയതാണ് സാമൂഹ്യ സേവനം. ആര്യനാട് വിതുര പഞ്ചായത്തുകളിലെ കോവിഡ് രോഗികൾക്ക് അന്ന് സൗജന്യമായി ഭക്ഷണവും മരുന്നും കൃത്യസമയത്ത് എത്തിക്കാൻ മുൻപന്തിയിലായിരുന്നു അജു. വിശക്കുന്നവന്റെ വെളിപ്പുറത്തെത്തുന്ന വ്യക്തി എന്നാണ് തെരുവോരങ്ങളിൽ കഴിയുന്ന സാധാരണക്കാർ അജുവിനെ വിശേഷിപ്പിക്കുന്നത്. തെരുവിൽ കഴിയുന്നവരെ പുനരധിവാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റാൻ മേയർ നടപടി സ്വീകരിക്കാത്തതിനാൽ നഗരസഭയുടെ മുന്നിൽ തോർത്തു വിരിച്ച് ഉപവാസം കിടന്നു. തമ്പാനു ഡ്രെയിനേജിന്റെ ശോചനീയാവസ്ഥയുമായി ബന്ധപ്പെട്ട് റോഡിൽ കിടന്ന് പ്രതിഷേധിച്ചു. ഡീസൽ പെട്രോൾ വില വർധനവിനെതിരെ പമ്പിൽ ഒറ്റക്കാൽ സമരം നടത്തിയുമൊക്കെ സാധാരണക്കാരുടെ ശബ്ദമായി മാറുകയാണ് അജു. അതുമാത്രമല്ല, മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട അച്ഛനമ്മമാരെ ഓർഫനേജുകളിൽ മാറ്റുകയും അവരുടെ മരണശേഷം മക്കൾ ആ മൃതശരീരം ഏറ്റുവാങ്ങിയില്ല എങ്കിൽ അവരുടെ മകന്റെ സ്ഥാനത്ത് നിന്ന് കർമ്മങ്ങൾ ചെയ്ത് ആ മൃതദേഹം മറവ് ചെയ്യുകയും ചെയ്യാറുണ്ട്. വിശേഷ ദിവസങ്ങളായ ഓണത്തിന് സദ്യ തെരുവോരങ്ങളിൽ നൽകുകയും ക്രിസ്മസ്, പെരുന്നാൾ ദിനത്തിന് കേക്ക്, ബിരിയാണി എന്നിവ നൽകുകയും ചെയ്യാറുണ്ട്. കൂടാതെ നിർധനരായ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ തുറക്കുമ്പോൾ പഠനോപകരണങ്ങൾ വർഷങ്ങളായി നൽകി വരുന്നുണ്ട് അജു. അതുമാത്രമല്ല, നിർധന കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റുകളും അജുവിന്റെ നേതൃത്വത്തിൽ നൽകി വരുന്നുണ്ട്. സാമൂഹ്യ സേവനത്തിന് തന്റെ ജീവിതം തന്നെ മാറ്റിവെച്ചിരിക്കുകയാണ് ഈ ചെറുപ്പക്കാരൻ. ന്യൂസ് ഡെസ്ക്, തിരുവനന്തപുരം.